ഹലോ, എൻ്റെ പേര് ആഗി. ഞാൻ നാട്ടിൽ ഇടുക്കിക്കാരിയാണ്. ഇടുക്കിയിൽ നിന്നും ഇപ്പം വർക്ക് ചെയ്യുന്നത് ഒലിവേലി ഫുഷി എന്ന് പറയുന്ന മാൽദീവ്സിൻ്റെ ഒരു ഐലൻഡിൽ മിനിസ്ട്രി സ്കൂളിൽ കെമിസ്ട്രി ടീച്ചറായിട്ടാണ്. ഇവിടുത്തെ മിനിസ്ട്രി സ്കൂളിലേക്ക് കടന്നു വരാനായിട്ട് ടീച്ചേഴ്സിന് വേണ്ടത് ഡിഗ്രി മാത്രമാണ്. ഡിഗ്രിയുടെ കൂടെ നിങ്ങൾക്ക് BEd ഉണ്ടെങ്കിൽ അഡീഷണൽ അലവൻസ് നമ്മുടെ സാലറിയിൽ ഉണ്ടാവും. അല്ലാതെ നമുക്കൊരു ഡിഗ്രി യോഗ്യതയും അതോടൊപ്പം നമ്മുടെ കയ്യിൽ ഒരു പാസ്പോർട്ടും അതുപോലെ ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷും ഉണ്ടെങ്കിൽ നമുക്ക് മാൽദീവ്സിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് അറ്റൻഡ് ചെയ്യാം. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ക്ലിയർ ആയാൽ മാത്രമാണ് നമുക്ക് ഈ മാൽദീവ്സിലേക്ക് കടന്നു വരാൻ കഴിയുള്ളൂ. ഏജൻസി ത്രൂ ആണ് ഇൻ്റർവ്യൂ. ജോലിയെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ചോദ്യമാണ് എത്രയാണ് സാലറി സ്കെയിൽ എന്ന്. ഇവിടുത്തെ സാലറി സ്കെയിൽ നിയർലി 14,000 തൊട്ട് 16,000 വരെയാണ്. ഈ 14,000 ഡിഗ്രി മാത്രമുള്ളവർക്ക് കിട്ടുക. ഇത് MVRലാണ് നമുക്ക് സാലറി ആയിട്ട് ലഭിക്കുന്നത്. അതായത് നാട്ടിലെ INR പ്രകാരം ഏകദേശം 70,000 ഒരു ബേസിക് ഡിഗ്രി മാത്രമുള്ള ഒരാൾക്ക് കിട്ടുന്ന സാലറി. ഇനി അയാൾക്ക് അഡീഷണലായിട്ട് BEdും കൂടെ ഉണ്ടെങ്കിൽ അത് നിയർലി 80 മീൻസ് 80,000 അടുത്ത് കാണും. ഇങ്ങനെ നമുക്ക് കിട്ടുന്ന സാലറിക്കകത്തുനിന്ന് നമ്മുടെ എക്സ്പെൻസ് നമുക്ക് മീറ്റ് ചെയ്യണം, നമ്മുടെ റൂം റെൻറ്റ് നമുക്ക് മീറ്റ് ചെയ്യണം, പിന്നെ നമുക്ക് ഇവിടെ വരുന്ന ഫുഡിൻ്റെ ചിലവ് എല്ലാം കൂടെ മീറ്റ് ചെയ്തതിന് ശേഷം നിയർലി ഒരു 40,000 to 45,000 ഒരാൾക്ക് സേവ് ചെയ്യാൻ പറ്റുക. ഇത്രയും സേവ് ചെയ്തതിൻ്റെ അകത്തുനിന്ന് നമുക്ക് നാട്ടിലേക്ക് അയക്കാൻ പറ്റുന്നത് 25,000. ഇതാണ് ഇവിടുത്തെ ട്വിസ്റ്റ്. ഇൻ അഡീഷണൽ ഒരു കാര്യം കൂടെയുണ്ട്. നമ്മുടെ ഈ ഏജൻസി ഫീസ് വാങ്ങിക്കാതെ ഇങ്ങോട്ട് ആരെയും കടത്തി വിടാറില്ല. ഈ ഏജൻസി ഫീസും നമുക്ക് കിട്ടുന്ന സാലറി റേഷ്യോയും ഒക്കെ കമ്പയർ ചെയ്തിട്ട് വേണം നമ്മൾ ഇങ്ങോട്ട് കടന്നു വരാൻ. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നോക്കുക, നിങ്ങളിത് ക്ലിയർ ആവുക എന്നത് നിങ്ങളുടെ കയ്യിലാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കടന്നു വരുന്നതിൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ്, പിന്നെ പ്രോസസ്സിങ് ഫീസ്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഏജൻസി വാങ്ങിക്കുന്ന ഫീസിൻ്റെ എമൗണ്ട് ഓരോ ഏജൻസിയും വേരി ചെയ്തിരിക്കും. അതിനെക്കുറിച്ച് ശരിക്കും ഒരു ബോധമുണ്ടായിരിക്കുക. കാരണം ഇവിടുത്തെ സാലറിയിൽ ഈ ഒരു ട്വിസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇത് ചിലപ്പോൾ നിയർലി 2 months അല്ലെങ്കിൽ 4 monthsന് ശേഷം എന്തെങ്കിലും ചേഞ്ചസ് വരാതിരിക്കാം. ബട്ട് ഇതാണ് അറ്റ് പ്രസൻറ്റ് ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ മാൽദീവ്സിലെ ജോലി എന്ന് പറയുമ്പോൾ മാലെ സെൻട്രൽ മാത്രമല്ല, ഈ മാൽദ്വീപുകൾ എന്ന് പറയുന്ന പോലെ മാല പോലെ കിടക്കുന്ന ദ്വീപുകളാണ്. ഈ ദ്വീപുകളിൽ ഏതെങ്കിലും ദ്വീപിലായിരിക്കും നിങ്ങൾ വന്ന് പെടാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു ഐലൻഡ് ലൈഫ് ഇഷ്ടപ്പെടുന്ന ഒരാൾ ഇത് പ്രൊമോട്ട് ചെയ്യുക. പിന്നെ ഐലൻഡ് ലൈഫ് എന്ന് പറയുമ്പോൾ അവിടെ ഓരോ ഐലൻഡിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവിടുത്തെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ. ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ അകത്ത് ഒരു കടലിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ലോകമാണ്. അവിടുത്തെ നമ്മുടെ അവൈലബിലിറ്റി, നമ്മുടെ അവിടുത്തെ ട്രാവൽ, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ കടലിൻ്റെയും ക്ലൈമറ്റിൻ്റെയും എല്ലാം കണ്ടീഷനാണ്. ഒരു മേക്ക് ഷുവർ ദാറ്റ് യു നോ സംതിങ്. ഇവിടുത്തെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് ഗൂഗിൾ ചെയ്യുക, സെർച്ച് ചെയ്യുക, അതിനൊക്കെ ശേഷം മാത്രം ഇങ്ങോട്ട് കടന്നു വരിക. പിന്നെ ഇവിടെ ഈ മാലയിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ നിങ്ങൾ ഏത് ഐലൻഡിലേക്കാണ് എന്നുള്ള കാര്യവും. ബട്ട് ഇറ്റ്സ് സേഫ്. ഈ ജോലി സേഫാണ്. 3 മാസം പക്ഷേ ഒരു പ്രൊബേഷൻ പീരീഡ് ഉണ്ട്. അതായത് നമ്മുടെ പഠിപ്പീര് ഇവർക്ക് ഇഷ്ടപ്പെടുന്ന രീതി അതും എല്ലാം ഓക്കെ ആണെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ ഹിയർ. ജോലി അന്വേഷിക്കുന്നവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.